ഹേ ഗൈസ്, ഇതേ ഈ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാലേ ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസം കൊണ്ട് മോർണിംഗ് ഡ്യൂട്ടിയാണ്. അത് കാരണം ഉറക്കമോ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഉറങ്ങുന്ന സമയത്ത് ഒരു നേരമാകും. അങ്ങനെ ഇതാ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അന്ന് ഒരുപാട് ഷോപ്പ് വെച്ചിട്ടാണ് പോയെങ്കിലും ഇന്ന് ഞങ്ങൾ ഒറ്റ ഷോപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് 2 മെട്രോ കയറേണ്ട വന്നു. 1 മെട്രോ കയറേണ്ട ഞങ്ങൾ 2 മെട്രോ കയറേണ്ട വന്നു. കാരണം ഞങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ ഇതാ മെട്രോ ഒക്കെ കയറി ഞങ്ങൾ നേരെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി ഇറങ്ങി കേട്ടോ. അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അങ്ങനെ സോനു ഡ്രസ് വാല എന്നാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര്. അങ്ങനെ ഷോപ്പിൽ പോയ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് അവർ ബിഹേവ് ചെയ്ത പോലെ ആയിരിക്കും ഇവരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ഇട്ടായിരുന്നു കേട്ടോ അവർ നമ്മുടെ അടുത്ത് പെരുമാറിയത് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ആദ്യം സ്കേർട്ടും ടോപ്പും എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന ഡ്രസ്സാണ് കേട്ടോ ഞങ്ങളെടുത്തത്. എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് ആ ചേട്ടൻ പാക്ക് ചെയ്ത് തരികയാണ്. ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ച് ലാസ്റ്റ് ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്ത് മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്കാണ് കേട്ടോ പോയത്. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഷവർമ്മയൊക്കെ മേടിച്ച് കഴിച്ചു. ഷവർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 70 റുപ്പീസേ ഉള്ളെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഇതാ ഞങ്ങൾ മെട്രോ ഒക്കെ കയറി അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.